ഇത് ജംബോർഡാണ്. ഇത് 3 വർഷമായിട്ട് ഇവിടെ വെച്ചിട്ട്. കഴിഞ്ഞ വർഷമൊക്കെ നിറച്ച് കായുണ്ടായിരുന്നു. ഈ വർഷം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴ താമസിച്ചതുകൊണ്ട് കായ്ക്കാൻ താമസം വന്നു. അല്ലെങ്കിൽ ഈ സമയത്ത് പഴുക്കേണ്ട സമയമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കണ്ണിമാങ്ങ ആയിട്ടുള്ളൂ. ജംബോർഡ് നല്ല ഇനമാണ്. 2 കിലോ വരെ ഇതിൻ്റെ തൂക്കം വരുന്നതാണ്. അപ്പം നമ്മൾ മറ്റൊരു വെറൈറ്റിയാണ് കുളമ്പ് മാങ്ങ. ഒരു പ്രത്യേക ആകൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഇത് മാവ് ഇടതൂർന്ന കായ ഉണ്ടാകുന്നതാണ്. അത് മാത്രമല്ല മാങ്ങയ്ക്ക് വലിപ്പം കുറവാണ്. എന്നാലും ടേസ്റ്റിയാണ്. കൂടുതലും മാങ്ങ പിടുത്തമുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കി കിടക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞെടുപ്പ് നീളം ഭയങ്കരമായിട്ട് നീളം ഇതിൽ മാങ്ങ കിടക്കുന്നതും നല്ല നിറച്ച് മാങ്ങ കാഴ്ച കിടക്കുന്നത് കാണാൻ നല്ലൊരു അഴകാണ്. ശരിക്കും അമ്പിളിമാവനൊക്കെ പോലൊക്കെ തോന്നുന്നില്ല. കേടില്ലാത്തൊരു വെറൈറ്റിയാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കേടില്ല, പുഴുക്കേടില്ല, മാങ്ങ പൊട്ടിക്കേറില്ല, മാവിന് കേടില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥ നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ വെക്കാവുന്ന ഒരു ഇനമാണ് കുളമ്പ് മാവ്. ഇതെല്ലാം തൈകളൂടെ ഉണ്ടല്ലോ അല്ലേ? തൈകൾ സ്റ്റോക്ക് ഉണ്ട്. ഇത് നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഈ പൂളി മുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് കിട്ടുന്ന സംഭവമല്ലേ? ആ മാങ്ങ തന്നെയാണ് ഈ മാങ്ങ. ഇതിന്റെ പേര് തോട്ടാപ്പുരി എന്നാണ്. തോട്ടാപ്പുരി. ഇത് പുളുമാങ്ങയായിട്ടും അതുപോലെ തന്നെ മാംഗോ പൾപ്പിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മുടെ ഹൈ റേഞ്ചിൽ സമൃദ്ധമായിട്ട് കായ്ക്കും. അത് നിറച്ച് കായ്ക്കും. ഈ വർഷത്തെ കാലാവസ്ഥ കൊണ്ടാണ് മാങ്ങ കുറവ്. കഴിഞ്ഞ വർഷം കണ്ടമാനം കായ ഉണ്ടായിരുന്നു. ഷെയ്ഡിന്റെ പ്രശ്നം. ഷെയ്ഡുണ്ട്, എന്നാലും കായ്ച്ചിട്ടുണ്ട് ആവറേജ്. പിന്നെ മാങ്ങ വലുപ്പമായിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നമുക്ക് തോന്നാത്തത്. സമൃദ്ധമായിട്ട് കായ്ക്കുന്നതാണ്. അതുപോലെ തന്നെ കേടില്ല, പൊട്ടിക്കീറലില്ല, നല്ല ഭംഗിയാണ്. പക്ഷെ പഴുപ്പിക്കാൻ പറ്റത്തില്ല. പൾപ്പായിട്ടും അതുപോലെ തന്നെ പുളുമാങ്ങ ആയിട്ടുമാണ് ഇത് ഉപയോഗിക്കുന്നത് പച്ചക്കറിയുടെ കൂടെയൊക്കെ. ഇതിൻ്റെയും തൈകളൊക്കെ ഇവിടെ ലഭ്യമാണോ? തോട്ടാപ്പുരി മാങ്ങയുടെ തൈകളുണ്ട് നമുക്ക്. ഉണ്ട്. അപ്പം ആളുകളെല്ലാം ഒന്ന് പരീക്ഷിക്കട്ടെ അല്ലേ? അതെ. നമ്മൾ അടുത്ത വെറൈറ്റിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇത് ഏതാ ഈ വെറൈറ്റി ഇനം? ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഇടുക്കി മറ്റേ മൾഗോവ. ഒറിജിനൽ മൾഗോവ അല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഹൈറേഞ്ചുകാർ മൾഗോവ എന്നൊക്കെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഇത് നല്ല പ്രിയമുള്ള ഒരു മാങ്ങയാണ്. അതുപോലെ തന്നെ നല്ല പഴുത്ത് കിട്ടിയാൽ നല്ല ടേസ്റ്റിയാണ്. പുഴുവില്ല, വലുപ്പമുണ്ട്. 1 കിലോ വരെ തൂക്കം വരുന്നതാണ്. അത് മാത്രമല്ല ഭയങ്കര കായ്ഫലം, ഭയങ്കര മാവ് നിറച്ച് കായുണ്ടാകും. മാവ് ഒടിയുന്ന രീതിയിൽ കായുണ്ടാകുന്ന ഒരു രീതിയാണ്. നമുക്ക് ഹൈറേഞ്ചിലെ പല ഭാഗത്തും കാണാം. ഇത് ഈ സമയത്തൊക്കെ പഴുത്ത് തുടങ്ങേണ്ട സമയമായിരുന്നു. കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് ഇത്തവണ താമസിച്ചു പോയിട്ടുണ്ട്. മൂത്തു അല്ലേ? മൂത്തിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പകുതി മൂപ്പായിട്ടുള്ളൂ. ഇനി ഒരു മാസം കഴിയും. മെയ് ലാസ്റ്റൊക്കെ ആകും പഴുത്ത് വരുമ്പോൾ. അപ്പം എന്തായാലും ഇവിടുത്തെ ഇവിടെ കാഴ്ച കിടക്കുന്ന മാമ്പഴവും എല്ലാം മാമ്പഴം എന്ന് പറയാൻ പറ്റില്ലല്ലോ, മാങ്ങകളും എല്ലാം കാണിച്ചു തന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എല്ലാം തൈകൾ നമുക്ക് ഇവിടെ ലഭ്യമാണേക്കാം. ഇതിന്റെ തൈകൾ 1 വർഷം കൂടെ കഴിഞ്ഞിട്ടാവുള്ളൂ. മാർവൃക്ഷമൊക്കെ ആയി വരുന്നുള്ളൂ. മാർവൃക്ഷമുണ്ട്, തൈകൾ ബഡ് പ്ലാന്റ് ആയി വരുന്നുള്ളൂ. ബാക്കിയുള്ളതിന്റെ എല്ലാം വെറൈറ്റി ഇവിടെ ഉണ്ട്. അപ്പം ഇത്തരം തൈകളൊക്കെ മാവിൻ്റെ വ്യത്യസ്തമായ തൈകളൊക്കെ ആവശ്യമുള്ളവരും ഇക്കയുമായിട്ട് സമീപിക്കുക, ഇക്കനെ വിളിക്കുക. ഇനി ഇതുമായിട്ട് കൂടുതൽ അറിയേണ്ടവരും ഇക്കനെ വിളിക്കുക. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്കയുടെ നമ്പറുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിൽ ചേർക്കുന്നതാണ്.